ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് വിവിധ തരം റൈസ് ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന 2 തരം റൈത്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തേത് ബിരിയാണി ചട്നി, രണ്ടാമത്തേത് ബിരിയാണി റൈത്ത. നമ്മൾ ഉണ്ടാക്കുന്ന റൈത്തയിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ബിരിയാണി ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് പുതിന, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഒരു നുള്ള് ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ കുറച്ച് കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് തരുതരുപ്പായി അരച്ചെടുക്കണം. ഒരുപാട് ഫൈനായി അരഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് തൈര് ഒഴിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. ചെറുതായി ഒന്ന് പൾസ് ചെയ്യാനേ പാടുള്ളൂ, ഒരുപാട് ഇട്ട് അരയ്ക്കരുത്. അരച്ച് കഴിഞ്ഞാൽ അത് വെള്ളം പോലെ ആവും. ഈ ബിരിയാണി ചട്നി നമ്മുടെ റൈസിന് ഫ്ലേവറും ടേസ്റ്റും കൂട്ടും. അടുത്തത് ബിരിയാണി റൈത്തയാണ്. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള, കുരുക്കൾ നീക്കിയ തക്കാളി ചെറുതായി മുറിച്ചത്, കാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് മല്ലിയിലയും പച്ചമുളകും, ഒരു നുള്ളു ജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാരയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കൂട്ടുകാരെ, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. റെസിപ്പീസ് എല്ലാം ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കണം. നമ്മുടെ റൈത്തയിലേക്ക് ആവശ്യത്തിന് തൈര് കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ബിരിയാണി ചട്നിയും ബിരിയാണി റൈത്തയൊക്കെയില്ലേ, നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറിനോടൊപ്പം ചപ്പാത്തി, പൊറോട്ട, പൂരി തുടങ്ങിയ ബ്രെഡ് ഐറ്റംസിനോടൊപ്പം നല്ല കോമ്പിനേഷനാണ്. ചെറിയൊരു അളവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മുടെ റെസിപ്പീസ് ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നെയ്ച്ചോറിനോടൊപ്പമാണ് ഞാനിത് ഉണ്ടാക്കിയത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്